ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബജ്ജിയാണ് കേട്ടോ. അപ്പോൾ 4 മുട്ട എടുത്തിട്ട് അതിൽ ഉപ്പിട്ട് കുക്കറിൽ ഒരു വിസിൽ വെച്ച് മുട്ട വേവിക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് അടുത്തത് കാണിക്കാം. 2 ടീസ്പൂണ് കടലപ്പൊടി, 2 ടീസ്പൂൺ ഇത്തിരി വലിയ ടീസ്പൂണാണ് ഇത്. ഒരു ചെറിയ ടീസ്പൂണ് നമ്മുടെ കോൺഫ്ലവർ ഇടാം, അല്ലെങ്കിൽ എണ്ണ കുടിക്കാതിരിക്കാനാണ് കേട്ടോ അത്. 1 ടീസ്പൂണ് അരിപ്പൊടി. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കുഴയ്ക്കാം. 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി. കുഴയ്ക്കുന്നതിന് മുന്നേ നമുക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർക്കാം. ഒരു ഫുൾ ടീസ്പൂണ് മീറ്റ് മസാലയാണ് ഞാൻ ചേർക്കണത്. ചിക്കൻ മസാല ചേർക്കണവരുണ്ട്, അത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് ചേർക്കാം നമുക്കിത് കുഴച്ച് മുട്ട പപ്സ് ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു പിഞ്ച് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ, കുറച്ച് എരിവിന് വേണ്ടിയിട്ട്. അത് ഇളക്കി ചേർക്കാം. നമ്മൾ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മുട്ട ബജ്ജി ഉണ്ടാക്കാൻ നോക്കാം. ഒരു മുട്ടേനെ പകുതി ഇതാക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. മുട്ട നമ്മളിപ്പോൾ പകുതിയാക്കിയതിന് ശേഷം മാവിലിട്ടൊക്കെയാണ് ഇതിലെടുത്ത് മുക്കിയതിന് ശേഷം മാവിൽ മുക്കി വെളിച്ചെണ്ണയിൽ ഇടാം കേട്ടോ. വെളിച്ചെണ്ണ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ മുട്ട എടുത്ത് ഇതിലേക്ക് ഇടാം കേട്ടോ. നമുക്ക് മുട്ട വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടുണ്ട്, മാവിൽ മുക്കി അത് വേവും വരെ നോക്കാം കേട്ടോ. അതിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലയും ഒരു പുതിനയുടെ തണ്ടും ചേർക്കുന്നുണ്ട് കേട്ടോ. മുട്ട ബജ്ജി ഇതാ തയ്യാറായി കേട്ടോ. ഇന്നത്തെ ചായയുടെ കൂടെയുള്ള സ്നാക്സാണിത്. ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇടാലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ കേട്ടോ.